നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. ഒറ്റഘട്ടമായാണ് കേരളത്തിൽ വോട്ടെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 23-ന്. കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് അലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടി. കൊലപാതകം നടന്ന് 12 മണിക്കൂറിനുള്ളിലാണ് 10 പ്രതികളെയും പിടികൂടിയത്. കേരളപുരത്ത് പട്ടാപ്പകൽ വൻ കവർച്ച. വീട്ടിൽ നിന്നും 12 പവൻ കവർന്നു. വീട്ടിലെ മീറ്റർ നന്നാക്കാനെന്ന വ്യാജേനയാണ് മോഷ്ടാവ് വീട്ടിലെത്തിയത്. KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പാണയം സ്വദേശി അതുൽ രാജാണ് മരിച്ചത്. അഞ്ചൽ ആലഞ്ചേരി ജംഗ്ഷനിലായിരുന്നു അപകടം. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. ഒറ്റഘട്ടമായാണ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 16-ന് ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 23-നാണ്. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. ഒറ്റഘട്ടമായാണ് കേരളത്തിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. 16-ന് ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 23-നാണ്. നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9-നാണ് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. മെയ് 4-ന് വോട്ടെണ്ണൽ നടക്കും. മാർച്ച് 16-നാണ് ഗസറ്റ് വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി മാർച്ച് 23-ആണ്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന 24-ന് നടക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി മാർച്ച് 26-ആണ്. കേരളത്തിൽ പ്രചാരണത്തിന് ഇനി 23 ദിവസം മാത്രമാണ് മുന്നിലുള്ളത്. തെരഞ്ഞെടുപ്പിനായി സംസ്ഥാനത്തുടനീളം 30,471 പോളിംഗ് സ്റ്റേഷനുകളാണ് സജ്ജീകരിക്കുന്നത്. വോട്ടർമാരുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ 1.38 കോടി സ്ത്രീ വോട്ടർമാരും 1.82 കോടി പുരുഷ വോട്ടർമാരുമാണ് പട്ടികയിലുള്ളത്. ഇത്തവണ 4.24 ലക്ഷം കന്നി വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. വോട്ടിംഗ് മെഷീനുകളിൽ ഇക്കുറി വോട്ടർമാർക്ക് സ്ഥാനാർത്ഥികളെ വേഗത്തിൽ തിരിച്ചറിയുന്നതിനായി സ്ഥാനാർത്ഥികളുടെ കളർ ഫോട്ടോ യന്ത്രത്തിൽ പതിപ്പിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 8 ദിവസത്തിനകം പത്രിക സമർപ്പിക്കണമെന്നത് രാഷ്ട്രീയ കക്ഷികൾക്ക് മുന്നിൽ വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കമ്മീഷൻ സന്ദർശനം നടത്തിയെന്നും മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ പറഞ്ഞു. സന്ദർശന വേളയിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായും കൂടിക്കാഴ്ച നടത്തുകയും അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ജില്ലാ ഇലക്ടറൽ ഓഫീസർമാർ, SP-മാർ, IG-മാർ, DIG-മാർ തുടങ്ങിയവരുമായും കൂടിക്കാഴ്ച നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്. കേരളപുരത്ത് പട്ടാപ്പകൽ വൻ കവർച്ച. വീട്ടിൽ നിന്നും 12 പവൻ കവർന്നു. വീട്ടിലെ മീറ്റർ നന്നാക്കാനെന്ന വ്യാജേനയാണ് മോഷ്ടാവ് വീട്ടിലെത്തിയത്. കേരളപുരത്താണ് പട്ടപ്പകൽ വീട്ടിൽ മോഷണം നടന്നത്. വീടിനുള്ളിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന 12 പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. കേരളപുരം VS നിവാസിൽ വിജിത്തിന്റെ വീട്ടിൽ ഞായറാഴ്ച ഉച്ചയോടെയായിരുന്നു സംഭവം. വിജിത്തിന്റെ അമ്മ മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. വീട്ടിലെ മീറ്റർ നന്നാക്കാനെന്ന വ്യാജേനയാണ് മോഷ്ടാവ് വീട്ടിലെത്തിയത്. വിജിത്തിന്റെ അമ്മ അകത്തേക്ക് പോയ തക്കം നോക്കി അലമാരയ്ക്കുള്ളിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുകയായിരുന്നു. തിരികെ എത്തി നോക്കിയപ്പോഴേക്കും വീട്ടിൽ വന്നയാളെ കാണാത്തതിനെ തുടർന്ന് സംശയം തോന്നി അലമാര പരിശോധിച്ചപ്പോഴാണ് സ്വർണ്ണാഭരണം നഷ്ടമായ വിവരം അറിഞ്ഞത്. തുടർന്ന് കുണ്ടറ പോലീസിനെ വിവരം അറിയിച്ചു. മോഷ്ടാവ് സമീപത്തെ വീട്ടിലെത്തി വിജിത്തിന്റെ വീട് അന്വേഷിച്ച ശേഷമാണ് വീട്ടിലേക്ക് എത്തിയത്. മോഷ്ടാവ് വീട്ടിലെത്തുന്നതിന്റെയും തിരികെ പോകുന്നതിന്റെയും CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നു. സംഭവത്തിൽ കുണ്ടറ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് അലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ പ്രതികളെയും പോലീസ് പിടികൂടി.
10 പേരെയാണ് കേസിൽ അറസ്റ്റ് ചെയ്തത്. 6 പേർ സംഭവത്തിൽ നേരിട്ടുൾപ്പെട്ടവരും 4 പേർ ഇവർക്ക് ആവശ്യമായ സഹായം ചെയ്തു നൽകിയവരുമാണ്. കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് അലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് മുഴുവൻ പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിലാകെ 10 പേരാണുള്ളത്. കടത്തൂർ കണ്ണമ്പള്ളിത്തക്കതിൽ 32കാരനായ വീരപ്പൻ എന്ന് വിളിക്കുന്ന അനീർ, തഴവ കടത്തൂർ കരിപ്പള്ളി കിഴക്കതിൽ 28കാരനായ ബ്ലാക്ക് എന്ന് വിളിക്കുന്ന വിഷ്ണു, കടത്തൂർ വലിയത്തു പടിഞ്ഞാറ്റതിൽ മണ്ണെണ്ണ നൗഫൽ എന്ന് വിളിക്കുന്ന 30കാരനായ നൗഫൽ, കടത്തൂർ കുന്നേൽ വടക്കതിൽ 31കാരനായ ഹുസൈൻ, കുലശേഖരപുരം പുന്നക്കുളം കുറവൻ തറക്കിഴക്കതിൽ തോമ എന്ന് വിളിക്കുന്ന 27കാരനായ മുഹമ്മദ് ആഷിഖ്, കുലശേഖരപുരം കൊച്ചുവീട്ടിൽ ശങ്കരാടി എന്ന് വിളിക്കുന്ന 30കാരനായ ഷംനാദ്, പുലിയൂർ വഞ്ചി വടക്ക റഹിം മൻസിലിൽ 29കാരനായ കഷണ്ടി ഫൈസൽ എന്ന് വിളിക്കുന്ന മുഹമ്മദ് ഫൈസൽ ഖാൻ, കടത്തൂർ ഫാത്തിമ മൻസിലിൽ 24കാരനായ അലി ഉമ്മർ, തേവലക്കര തടത്തിൽ വീട്ടിൽ 31കാരനായ ഷിനു പീറ്റർ, കുലശേഖരപുരം കൊല്ലൻ്റയ്യത്ത് വീട്ടിൽ 21കാരനായ ആദിൽ മുഹമ്മദ് എന്നിവരാണ് അറസ്റ്റിലായത്. ഇതിൽ അനീർ, വിഷ്ണു, നൗഫൽ, ഹുസൈൻ, മുഹമ്മദ് ആഷിഖ്, ഷംനാദ് എന്നിവർ ഇന്നോവ കാറിൽ വന്ന കേസിൽ നേരിട്ട് ഉൾപ്പെട്ടവരാണ്. കഴിഞ്ഞ ദിവസമാണ് കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ജിം സന്തോഷ് കൊലപാതക കേസിൽ പ്രതിയായ അലുവ എന്ന് വിളിക്കുന്ന അലുവ അതിലിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. പോലീസ് വിവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണങ്ങൾക്കൊടുവിലാണ് പ്രതികളെ പിടികൂടിയത്. ഇന്നലെ രാവിലെ ഒരു 11:15 കൂടി കരുനാഗപ്പള്ളി ഹൈവേയിൽ വെച്ചിട്ട് അതുലിന് പറഞ്ഞാല് എത്തിക്കിട്ടിയതായിട്ട് നമ്മൾ അതിന്റെ തുടർന്നിട്ട് ഇവിടെ 381/2026 കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ കേസ് എടുത്തിരുന്നു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു സ്പെഷ്യൽ ടൂർ രൂപീകരിച്ചുള്ളൂ. ACP കൊല്ലം സിറ്റിയുടെ നേതൃത്വത്തിൽ ACP കൊല്ലം, ACP ചാത്തനോട് ഇവിടെയുള്ള സ്പെഷ്യൽ സ്ക്വാഡ് എല്ലാവരായിട്ട് ഒരു മേജർ ടീം രൂപീകരിച്ചിരുന്നു. സോ അതിന്റെ ഭാഗമായിട്ട് വിത്തിൻ 2 hours തന്നെ നമുക്കൊരു വൺ ഓഫ് ദ മെയിൻ അക്യൂസ് ഇവിടെ കരുനാഗപ്പള്ളിയുടെ ഔട്ടറിൽ തന്നെ നമുക്ക് കിട്ടിയിരുന്നു. സോ അത് മാത്രമല്ലാതെ 2 കോ അക്യൂസ് ഈ പറഞ്ഞ കേസിലെ ബന്ധപ്പെട്ട 2 കോ അക്യൂസ് നമുക്ക് കിട്ടിയിരുന്നു. പിന്നീട് ഇതിന്റെ ഒരു മേജർ ലെവൽ ഓപ്പറേഷൻ ആയിരുന്നു. ഡിലീജി അടക്കം ട്രിവാൻഡ്രം DIC അടക്കം ഇവിടെ സ്റ്റേഷൻ ചെയ്തിരുന്നു. സോ മൊത്തം എല്ലാ സീനിയർ ഓഫീസേഴ്സും DG ID സൗത്ത് സോൺ വരെ എല്ലാവരും ഒരു മേജർ ഓപ്പറേഷൻ ആയിട്ട് കംപ്ലീറ്റ് സൗത്ത് സോൺ കേരള സൗത്ത് സോൺ കേരള പോലീസിന്റെ സൗത്ത് സോൺ കംപ്ലീറ്റ് ആയിട്ട് മൊബിലൈസ് ചെയ്ത് എല്ലാ ഡിസ്ട്രിക്റ്റിന്റെ അടക്കം ഓൺ ഫീൽഡില് ഈ പറഞ്ഞ 4 പ്രതികൾ മെയിൻ പ്രതികളെ പിടിക്കാൻ വേണ്ടി സ്പെഷ്യൽ ടീമും ബോർഡർ ടീമും ചെയ്തിരുന്നു. അത് മാത്രമല്ലാതെ ഇന്റർസ്റ്റേറ്റ് ബോർഡേഴ്സ്, തമിഴ്നാട് ഇന്റർസ്റ്റേറ്റ് ബോർഡേഴ്സ് ആയിട്ട് കന്യാകുമാരി, ദിണ്ടുഗൽ, തേനി അങ്ങനെ എല്ലാ ഇന്റർസ്റ്റേറ്റ് ബോർഡേഴ്സും ടീം ചെയ്തിരുന്നു. അവിടുത്തെ തമിഴ്നാട് പോലീസിനെ അറിയിച്ചിരുന്നു. സോ ഇത്രയും നമ്മൾക്ക് ചെയ്തു. ഇന്നലെ റേഞ്ച് നമ്മൾ കോമ്പിങ് ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ANPR ക്യാമറ വഴി ഈ വണ്ടി നമുക്ക് ഇവര് യാത്ര ചെയ്ത വണ്ടിന്റെ വിഷയങ്ങൾ കിട്ടിയിരുന്നു. സോ അതിന്റെ പുറകില് കോട്ടയം പോലീസും നമ്മുടെ ഇവിടുത്തെ സ്പെഷ്യൽ സ്ക്വാഡും വണ്ടി ചേസിങ്ങൊക്കെ ചെയ്തിട്ട് മുണ്ടക്കയം ഭാഗം വരെ ഏകദേശം 1 മണിക്കൂറിന്റെ ഒരു ചേസിങ്ങും എല്ലാ വെഹിക്കിൾസും റൗണ്ട് അപ്പ് ചെയ്തിട്ട് ഈ വണ്ടിയെ ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് ഓടിയിരുന്നതും അവിടുത്തെ പബ്ലിക് അടക്കം നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് ഈ 4 പേരും ഇറങ്ങി ചാടി ഓടിയ സമയത്ത് പബ്ലിക് അടക്കം അവിടുത്തെ പോലീസായിട്ട് സഹായിച്ച് ഈ 4 പേര് നമുക്ക് പിടികൂടിയിരുന്നു. ഏകദേശം ഇതിൽ 12 hours തന്നെ ഈ കേസായിട്ട് ബന്ധപ്പെട്ട് മേജർ അക്യൂസ്ഡ് 6 പേരാണോ ഈ ക്രൈം സീനിൽ തന്നെ ഉണ്ടായിരുന്ന 6 അക്യൂസ്ഡ് നമ്മൾ പിടിച്ചു. അത് മാത്രമല്ലാതെ 2 കോ അക്യൂസ്ഡ് ഹാർബർ ചെയ്തവരായിട്ടും പ്ലസ് ഇവർക്ക് വണ്ടി സഹായം പ്ലസ് ബാക്കി സഹായങ്ങളൊക്കെ നേരത്തെ പ്ലാനിങ്ങിലൊക്കെ ഉണ്ടായിരുന്ന രീതിയിലുള്ള ആൾക്കാരെ നമ്മൾ പിടിച്ചിരുന്നു. സോ ഈ പറഞ്ഞ ഒരു ഓപ്പറേഷൻ നമ്മൾ കേരള പോലീസ് ഒരു തരത്തിലും ഗൂഢാക്രമണങ്ങൾക്ക് ടോളറൻസ് കാണിക്കില്ല, യാതൊരു വിട്ടുവീഴ്ചയില്ല. ഇതിന്റെ കൊല്ലത്തിലുള്ള പബ്ലിക്കും ശരി, കോട്ടയത്തിലുള്ള പബ്ലിക്കും ശരി വളരെ, അതായത് കേരള പോലീസിന്റെ ഈ ഒരു ശക്തമായിട്ടുള്ള ആക്ഷനില് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ചൂണ്ടിക്കാണിക്കുന്ന ഒരു സംഭവമാണ് ഈ പറഞ്ഞ 4 പേര് നമ്മൾ ലാസ്റ്റ് ചെയ്തത്. സോ ഐ താങ്ക് യു ഓൾ ദ പബ്ലിക് ആൻഡ് മീഡിയ ഫോർ ബീയിങ് വിത്ത് us and supporting us. ആൻഡ് ഈ നടപടികൾ ഇനി മുന്നോട്ട് പോകും. കേസിലെ പ്രധാന പ്രതികൾ കൃത്യത്തിന് ശേഷം മറ്റൊരു സ്വിഫ്റ്റ് കാറിൽ രക്ഷപ്പെടുകയായിരുന്നു. ഈ വാഹനം നിരീക്ഷിച്ച് വർക്കല ഭാഗത്ത് ആദ്യമെത്തി. പിന്നീട് കോട്ടയം ഭാഗത്തേക്ക് വാഹനം പോയതായി പോലീസിന് വിവരം ലഭിച്ചു. പിന്തുടർന്നെത്തിയ പോലീസ് മുണ്ടക്കയത്തു നിന്നുമാണ് വാഹനം ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ച ബ്ലാക്ക്, വിഷ്ണു, അനീർ, ഹുസൈൻ, ആഷിഖ് എന്നിവരെ പിടികൂടിയത്.
കോട്ടയം പോലീസിന്റെ സഹായത്തോടെയാണ് ഇവരെ പിടികൂടിയിട്ടുള്ളത്. ആദിൽ, അലിയുമർ എന്നിവരെയും തുടർന്ന് പിടികൂടി. സംഭവം നടന്ന 12 മണിക്കൂറിനുള്ളിൽ മുഴുവൻ പ്രതികളെയും പിടികൂടിയതായി പോലീസ് വ്യക്തമാക്കി. സംഭവത്തിന് ശേഷം ഇവർ രക്ഷപ്പെടാൻ ഉപയോഗിച്ച 2 വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലുള്ള പോരായ്മ ചൂണ്ടിക്കാട്ടി BJP തയ്യാറാക്കിയ കുറ്റപത്രം കൈമാറുന്നതിനായാണ് മാർച്ച് നടത്തിയത്. കല്ലങ്കടവിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. ഗണേഷ് കുമാർ MLA-യുടെ കടുകാര്യസ്ഥതയ്ക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ദേശീയ ജനാധിപത്യ സഖ്യം പത്തനാപുരം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ജനകീയ മാർച്ച് ഇതാ കെ.ബി. ഗണേഷ് കുമാർ MLA-യുടെ വസതിയിലേക്ക് എത്തിച്ചേരുകയാണ്. പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലുള്ള പോരായ്മ ചൂണ്ടിക്കാട്ടി BJP തയ്യാറാക്കിയ കുറ്റപത്രം കൈമാറുന്നതിനായാണ് BJPയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തിയത്. മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ ഓഫീസിലേക്കായിരുന്നു മാർച്ച്. മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുന്നതിലെ വീഴ്ച, താലൂക്ക് ആശുപത്രിയുടെ ദുരവസ്ഥ, പുന്നല, കറവൂർ, അലിമുക്ക്, പള്ളിമുക്ക്, ഏനാത്ത് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വൈകൽ, ഗ്രാമീണ റോഡുകളുടെ തകർച്ച, പട്ടാഴി പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാതിരിക്കൽ എന്നിവ ഉൾപ്പെടുത്തിയായിരുന്നു കുറ്റപത്രം തയ്യാറാക്കിയത്. കല്ലങ്കടവിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് പഞ്ചായത്ത് ഓഫീസ് പടിക്കൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം BJP സംസ്ഥാന വക്താവ് TP സിന്ധുമോൾ ഉദ്ഘാടനം ചെയ്തു. കഴിയുമെന്ന് തെളിയിച്ചിട്ടുള്ള മന്ത്രിയാണ് ഗണേശൻ. ഗണേശൻ എങ്ങനെയാ മന്ത്രിപദത്തിലെത്തിയത്? ഗണേശനെ കുറിച്ച് പറയുമ്പോൾ സരിതയെ കുറിച്ച് ഞാൻ പാവം സരിത എന്നേ പറയുള്ളൂ. ആ സ്ത്രീയെ കുറിച്ച് പറയണ്ടേ? ആ സ്ത്രീയെ ഉപയോഗിച്ചിട്ടല്ലേ ഗണേശൻ വഴി ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിലേക്ക് എത്തിയത്? ആ സ്ത്രീയെ വിലക്കെടുത്തുകൊണ്ടല്ലേ ഗണേശൻ ഇന്ന് ഈ മന്ത്രിപദത്തിൽ വിരാജിക്കുന്നത്? എന്തുകൊണ്ടാണ് ഗണേശനെതിരെ കംപ്ലൈന്റ് ചെന്നിട്ട് 112-ൽ ഭാര്യ വിളിച്ചിട്ടും പോലീസ് എത്താതിരുന്നത്? അവര് പറയുന്നു പോലീസ് മുറ്റത്ത് വന്നത് കണ്ടതാ. പക്ഷെ തിരിച്ച് ഞാൻ പെട്ടിയും പ്രമാണവും ഒക്കെയായി ഇറങ്ങി വരുമ്പോൾ പോലീസ് മുറ്റത്തില്ല. എന്ത് സംഭവിച്ചു? നിമിഷ നേരം കൊണ്ട് ഇവിടുത്തെ പോലീസിന്. അപ്പോ ഇവിടുത്തെ ആഭ്യന്തരമന്ത്രി ആരെയാണ് പിന്താങ്ങുന്നത്, സപ്പോർട്ട് ചെയ്യുന്നത്? ആഭ്യന്തരമന്ത്രി പിന്താങ്ങുന്നത് ഈ ഗണേശനെയും. ഈ കൊല്ലത്ത് തന്നെ മറ്റൊരു അവതാരമുണ്ടല്ലോ, ഉത്തമ പുരുഷന് ഉദാഹരണമായിട്ടുള്ള ശ്രീ മുകേഷിനെയും. ഇവിടുത്തെ രാജാവായിട്ടുള്ള പിണറായി വിജയൻ എടവും മലവും ഈ 2 കാമവര്യന്മാരെ നിർത്തിക്കൊണ്ടാണ് ഭരിക്കുന്നത്. നിയോജക മണ്ഡലം ഇൻചാർജ് ഉമേഷ് ബാബു, സംസ്ഥാന പ്രഭാരി റെജി ഇടമൺ, AR അരുൺ, സംസ്ഥാന കമ്മിറ്റി അംഗം സുഭാഷ് പട്ടാഴി, PK ജിതിൻലാൽ, N സദാശിവൻ, ഗിരീഷ് ഇളമ്പൽ, നിതീഷ് സാമ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പൗരാവകാശ പോരാട്ടങ്ങളിലൂടെയും ആയുധങ്ങൾ ഇല്ലാത്ത സമര രീതിയിലൂടെയും മഹാത്മാഗാന്ധി ലോക സമാധാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമായി മാറിയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ വാർഷിക സമാപന ചടങ്ങുകൾ കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മഹാത്മാഗാന്ധിയുടെ ആത്മാവിനെ തന്നെ കീറി മുറിക്കുന്ന രാഷ്ട്രവിരുദ്ധ സമീപനങ്ങൾ ഇന്ന് ഭാരതത്തെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഗാന്ധിയൻ പ്രചോദനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. പൗരാവകാശ പോരാട്ടങ്ങളിലൂടെയും ആയുധങ്ങളില്ലാത്ത സമാധാനപരമായ ശത്രു സംഹാര സമര രീതിയിലൂടെയും മഹാത്മാഗാന്ധി ലോക സമാധാനത്തിന്റെയും സ്വാതന്ത്ര്യത്തിന്റെയും പ്രതീകമായി മാറിയെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പറഞ്ഞു. യുദ്ധത്തിന്റെയും അരക്ഷിതാവസ്ഥയുടേതുമായ ഇന്നത്തെ ലോകത്തിൽ മഹാത്മാഗാന്ധിയുടെ സമാധാന പ്രവർത്തനങ്ങൾക്ക് ഏറെ പ്രാധാന്യമാണെന്നും യുദ്ധവെറിയന്മാർക്കും കൊതിയന്മാർക്കും ഗാന്ധിജിയുടെ ആശയങ്ങൾ പ്രചോദനമാകണമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. വളരെ സമാധാനപൂർണമായിട്ടുള്ളൊരു സമരമായിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കെതിരായിട്ടുള്ള സമരം. നമ്മുടെ രാജ്യത്തെമ്പാടും നടത്തുവാൻ ആ സമരത്തിൽ സ്ത്രീകൾ ഒന്നടങ്കം പങ്കെടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അന്നത്തെ സ്ത്രീ സമൂഹത്തിൽപ്പെട്ട പ്രധാനപ്പെട്ടവർ എല്ലാം തന്നെ ആ സമരത്തിൽ അദ്ദേഹത്തിനോടൊപ്പം പങ്കാളിയായിരുന്നു. നമുക്കറിയാം, ഒരു കാലഘട്ടത്തിൽ ചർക്ക ഉൾപ്പെടെ അതുൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് നെയ്ത്തുമായി ബന്ധപ്പെട്ട് അദ്ദേഹമൊക്കെ പോയത്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഇന്നും അദ്ദേഹം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾ, അദ്ദേഹത്തിൻ്റെ മെതിയടി ഉൾപ്പെടെയുള്ള എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും ഡൽഹിയിൽ ചെന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കും.
വളരെ മനോഹരമായി അലങ്കരിച്ച് ആര് ചെന്നാലും അതൊക്കെ തുറന്നു കൊടുക്കുവാനും ഇതൊക്കെ കാണുവാനും ഒക്കെയുള്ള അവസരം അത് മഹാത്മജിയെ പോലെയുള്ള വലിയ വലിയ ആൾക്കാർക്ക് വേണ്ടി മാത്രം. നമുക്കറിയാം വട്ടമേശ സമ്മേളനവും മധ്യതല സമ്മേളനങ്ങളും ഒക്കെ പങ്കെടുക്കുവാൻ അതേ കേരളത്തിൽ നിന്ന് പോകുമ്പോഴും ഒരു ഷർട്ട് പോലും ധരിക്കാതെ ദേഹത്തോടു കൂടി ഒരു നല്ല ടവൽ എടുത്ത് ഇങ്ങനെ ചുറ്റി പോകുന്ന കാലിൽ ഒരു പെരിയടി ഇട്ടുകൊണ്ട് കയ്യിൽ ഒരു പടിയും പിടിച്ച് പോകുന്ന കണ്ണിലെ ആ പ്രത്യേകതരം കണ്ണട ഉൾപ്പെടെ അദ്ദേഹം ധരിച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഇത് കാണാൻ സാധിക്കും. നമുക്ക് അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ സാധിച്ചു. അദ്ദേഹത്തിൻ്റെ എഴുത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിലൂടെ അദ്ദേഹത്തിനെ ഇന്ന് നമ്മുടെ മുന്നിൽ അദ്ദേഹം നിൽക്കുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് നല്ലതുപോലെ കാണുവാൻ, നമ്മുടെ മനസ്സിനകത്ത് ഇന്ന് കാണുവാൻ സാധിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് മഹാത്മജി എന്ന് എടുത്തു പറയുവാൻ സാധിക്കും. മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷൻ സംസ്ഥാന സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൊല്ലത്ത് നടന്ന ഗാന്ധിജിയുടെ രക്തസാക്ഷിത്വ വാർഷിക സമാപന ചടങ്ങുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗാന്ധിയൻ പ്രചോദനം എന്ന പുസ്തകത്തിന്റെ പ്രകാശനം മന്ത്രി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവിക്ക് നൽകി നിർവഹിച്ചു. അക്യുപങ്ചർ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സജീവ് മറ്റത്തിൽ, ഡോക്ടർ അരുൺ ഉമ്മൻ, റോയ് ക്രിസ്റ്റി, മേരി ലോപ്പസ്, എം പ്രമോദ്, ആർ രാജേഷ്, പ്രകാശ് സ്വാമികൾ, വി ആർ പ്രകാശൻ, ചന്ദ്രശേഖർജി, സിസ്റ്റർ ആഞ്ചലീന മൈക്കിൾ എന്നിവർ മന്ത്രിയിൽ നിന്നും ഈ വർഷത്തെ മഹാത്മാഗാന്ധി എക്സലൻസ് അവാർഡുകൾ ഏറ്റുവാങ്ങി. മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷൻ സംസ്ഥാന ചെയർമാൻ എസ് പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി മുഖ്യാതിഥിയായിരുന്നു. അലക്സാണ്ടർ ജേക്കബ് IPS മുഖ്യപ്രഭാഷണം നടത്തി. ആർ പ്രകാശൻ പിള്ള, ജയദേവൻ നായർ, വിദുര റഷീദ്, ഡോക്ടർ പത്മകുമാർ, ഷീബ റോയ്സ്റ്റൺ, എം രാജേഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഈഗോയും സ്വാർത്ഥതയുമാണ് വാഹന അപകടങ്ങൾക്ക് കാരണമെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. പത്തനാപുരം ഗാന്ധി ഭവനിൽ അനുവദിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിംഗ് റിസർച്ച് സബ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സെന്ററിലെത്തിയ ആദ്യ ബാച്ച് ഉദ്യോഗാർത്ഥികൾക്ക് മന്ത്രി ക്ലാസ് എടുത്തു. ഞാൻ ആദ്യം പോകും, ഞാൻ ഏറ്റവും സ്പീഡിൽ പോകുന്നയാളാണ്, എനിക്ക് ആദ്യം എത്തണമെന്ന ഈഗോയും ഞാൻ മാത്രം പോയാൽ മതിയെന്ന സ്വാർത്ഥതയുമാണ് വാഹന അപകടങ്ങൾക്ക് കൂടുതലും കാരണമാകുന്നതെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ഗതാഗത വകുപ്പ് പത്തനാപുരം ഗാന്ധി ഭവനിൽ അനുവദിച്ച ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിംഗ് റിസർച്ച് സബ് സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഡ്രൈവിംഗിന്റെ ബാലപാഠങ്ങളും തെറ്റുകളും തിരുത്താമെന്നതിലുപരി വ്യക്തിയെ കൂടി തിരുത്താൻ ഗാന്ധി ഭവന് കഴിയുമെന്നും അതുകൊണ്ടാണ് ഗാന്ധി ഭവനെ തന്നെ ഈ പദ്ധതിക്കായി തെരഞ്ഞെടുത്തതെന്നും അദ്ദേഹം പറഞ്ഞു. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്താണ് ഈ വാഹന അപകടം എന്ന് എന്നോട് ഒറ്റ വാക്കി ചോദിച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഒരു ഡ്രൈവറുടെ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഡ്രൈവറുടെ എക്സ്പീരിയൻസ് കുറവ്, അറിവില്ലായ്മ, വ്യാജ ഗുണമില്ലാത്ത ലൈസൻസ് ഉപയോഗിക്കുന്ന ഒന്നാമത്തെ കാര്യം. 2, മദ്യപിച്ചും മയക്കുമരുന്ന് ഉപയോഗിച്ചും വണ്ടി ഓടിക്കുന്ന രണ്ടാമത്തെ കാര്യം. വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ ഒരു കാര്യമുണ്ട്. 2 കാര്യങ്ങൾ കൂടിയുണ്ട്. ഒന്ന്, ഈഗോ. ഞാൻ ആദ്യം പോകും എന്ന, എൻ്റെ വണ്ടി എല്ലാവരും കാലം മുമ്പേ പോകും, ഞാൻ ഏറ്റവും സ്പീഡിൽ പോകുന്ന ആളാണ്, എനിക്ക് ആദ്യം പോകണം എന്ന. നാലാമത്തത് വളരെ മോശപ്പെട്ട ഒരു സാധനമാണ് സ്വാർത്ഥത. ഞാൻ മാത്രം പോയാൽ മതി. റോഡിൽ പോകുന്ന പാവങ്ങളെ ഇടിച്ചിട്ടാൽ എലി പോകില്ലല്ലോ എന്നുള്ള സമാധാനമാണ് പറയുന്നത്. കാരണം ഇടിച്ചു വേണം കൊന്നാലും ആക്സിഡന്റിൽ എലി പോകാറില്ല. സെന്ററിലെത്തിയ ആദ്യ ബാച്ച് ഉദ്യോഗാർത്ഥികൾക്ക് മന്ത്രി ക്ലാസ് എടുത്തു. IDTR സബ് സെന്ററിന് ആവശ്യമായ ക്ലാസ് മുറികൾ, വാഹന മാതൃകകൾ, സൈൻ ബോർഡുകൾ, കൗൺസിലിംഗ് സിസ്റ്റം എന്നിവ ഗാന്ധി ഭവനിൽ പ്രത്യേകം ക്രമീകരിച്ചിട്ടുണ്ട്. പരിശീലിപ്പിക്കാൻ ഉദ്യോഗസ്ഥരുമുണ്ടാകും. ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ചകിലം അധ്യക്ഷത വഹിച്ചു. ഗാന്ധി ഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജൻ സ്വാഗതം പറഞ്ഞു. കൊല്ലം RTO AK ദിലു, ഗാന്ധി ഭവൻ അസിസ്റ്റന്റ് സെക്രട്ടറി G ഭുവനചന്ദ്രൻ, മാനേജിംഗ് ഡയറക്ടർ B ശശികുമാർ, CEO ഡോക്ടർ വിൻസെന്റ് ഡാനിയേൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ B മോഹനൻ, ട്രസ്റ്റി പ്രസന്ന രാജൻ, മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ, ഗാന്ധിഭവൻ ചെയർപേഴ്സൺ ഷാഹിദ കമാൽ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കരുനാഗപ്പള്ളി നഗരസഭയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായി മരുതൂർ കുളങ്ങര 4ാം ഡിവിഷനിൽ കുഴൽക്കിണർ നിർമ്മിക്കുന്നു. കുഴൽക്കിണർ നിർമ്മാണത്തിന് സ്ഥലം നഗരസഭയ്ക്ക് വിട്ടു നൽകിയ അബ്ദുൾ റഹ്മാൻ ഷാഹിദ ദമ്പതികളെ ആദരിച്ചു. കരുനാഗപ്പള്ളി നഗരസഭയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് മരുതൂർ കുളങ്ങര 4ാം ഡിവിഷനിൽ കുഴൽക്കിണർ നിർമ്മിക്കുന്നത്. നഗരസഭാ ചെയർപേഴ്സൺ P സോമരാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്നലെ അതിന്റെ കുഴൽക്കിണർ കുഴിക്കുന്നതിനുള്ള നടപടി ഇന്നലെ മുതൽ ആരംഭിച്ചു.
2 ആഴ്ചയ്ക്കുള്ളിൽ അതിന്റെ പ്രവർത്തനം സുഗമമായി തീരും. 1 മാസത്തിനുള്ളിൽ തന്നെ ആലിങ്കടവ് ഉൾപ്പെടെയുള്ള തീരപ്രദേശങ്ങളിലെ ആളുകൾക്ക് ശുദ്ധജലം ആ കുഴൽക്കിണറിലൂടെ കൊടുക്കുവാൻ കഴിയും. 3ാമത്തെ കുഴൽക്കിണർ മൂത്തേത്ത് കടവിലാണ്. മൂത്തേത്ത് കടവിൽ ഈ ഇപ്പോൾ കുഴൽക്കിണർ പ്രവർത്തിക്കാനുള്ള നടപടികൾ പൂർണ്ണമായി കഴിഞ്ഞാൽ ഉടനെ തന്നെ മൂത്തേത്ത് കടവിലും കുഴൽക്കിണർ സ്ഥാപിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളുമായിട്ടുണ്ട്. അത് മൂത്തേത്ത് കടവിലെ കുഴൽക്കിണറിലൂടെ രൂപീകരിച്ചു വരുമ്പോൾ കരുനാഗപ്പള്ളിയിലുള്ള നിവാസികൾക്ക് താൽക്കാലികമായി കുടിവെള്ളം മുടക്കമില്ലാതെ കൊടുക്കാനുള്ള സംവിധാനമാണ് നഗരസഭ നടത്തി വരുന്നത്. ഈ വേനൽക്കാലത്ത് അല്പം പോലും കുടിവെള്ള ക്ഷാമമില്ലാത്ത തരത്തിൽ വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടും ഗ്രൗണ്ട് വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെട്ടും മുടക്കമില്ലാതെ കുടിവെള്ളം നൽകാനുള്ള പദ്ധതിയാണ് നമ്മൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. 4 മാസം കഴിഞ്ഞാൽ യാതൊരു ലോപവുമില്ലാതെ നമുക്ക് കുടിവെള്ളം എല്ലാവർക്കും എത്തിക്കാനുള്ള സംവിധാനം നഗരസഭയിൽ. കുഴൽക്കിണർ നിർമ്മാണത്തിന് സ്ഥലം വിട്ടു നൽകിയ മരുതൂർ കുളങ്ങരത്തേക്ക് മാമ്പറത്തേക്കതിൽ അബ്ദുൾ റഹ്മാൻ ഷാഹിദ ദമ്പതികളെ ആദരിച്ചു. വൈസ് ചെയർപേഴ്സൺ ബീന ജോൺസൺ അധ്യക്ഷത വഹിച്ചു. വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് പരിഹാരം എന്ന രീതിയിൽ നമ്മുടെ ഈ സ്ഥലത്ത് ഒരു കുഴൽക്കിണർ സ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കുന്നത് വളരെ സന്തോഷം തന്നെ. എല്ലാവരും പ്രാർത്ഥിക്കുന്ന നല്ല വെള്ളം ലഭിക്കുന്നതിന് വേണ്ടി. നമ്മൾ വീടുകളിൽ കിണർ കുത്തുമ്പോഴും ഒക്കെ നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാറുണ്ടല്ലോ, നല്ല വെള്ളം ലഭിക്കണമേ എന്നുള്ളത്. ഇത് ഒരു ദേശത്തിൻ്റെ മുഴുവൻ ആഗ്രഹത്തിൻ്റെ ഒരു സാഫല്യ നിമിഷമാണിത്. അതുകൊണ്ട് വളരെ വളരെ ആത്മാർത്ഥമായി എല്ലാവരും ഇതിൽ സഹകരിക്കണമെന്നാണ് ഞാൻ ആദ്യമേ തന്നെ നിങ്ങളെ അറിയിക്കുന്നത്. പി രാജു, ആശ അനിൽ, ബി മോഹൻദാസ്, മുനമ്പത്ത് ഗഫൂർ, ബേബി ജസീന, ബിജു എം, പി രാജു, സലാഹുദ്ദീൻ, ബി എം നസീം, അശ്വതി ശ്യാം, ജി സുനിൽ, എസ് ഇംലാൽ, രാജേഷ്, എം നിസാർ, സുനിത സലിംകുമാർ, ബിന്ദു, മിനി, കെ പി ശ്രീവിദ്യ, സീമ സഹജൻ, ഗിരീഷ് കുമാർ, സുജി എസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംഘടിപ്പിച്ച ജീവിത സമരയാത്രയുടെ കൊല്ലം ജില്ലാതല പര്യടനം സമാപിച്ചു. ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക, സമഗ്ര സൗജന്യ ചികിത്സാ പദ്ധതി നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ജീവിത സമരയാത്ര സംഘടിപ്പിച്ചത്. ക്ഷാമാശ്വാസ കുടിശ്ശിക വിതരണം ചെയ്യുക, മെഡിസെപ്പ് പദ്ധതി ഉടച്ചുവാർത്ത് സമഗ്ര സൗജന്യ ചികിത്സാ പദ്ധതി നടപ്പാക്കുക, വിലക്കയറ്റം തടയുക, മുൻപരിഷ്കരണത്തിലെ 3/4 ഗഡുക്കളുടെ ക്ഷാമാശ്വാസ തുക നൽകുക, പങ്കാളിത്ത പെൻഷൻകാർക്ക് മിനിമം പെൻഷൻ ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജീവിത സമരയാത്ര സംഘടിപ്പിച്ചത്. യാത്രയുടെ കൊല്ലം ജില്ലാതല സമാപനം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാർക്കും സർക്കാർ ജീവനക്കാർക്കും 2021 മുതൽ ലഭിക്കേണ്ട ക്ഷാമബത്തിയുടെയും ക്ഷാമാശ്വാസത്തിന്റെയും കുടിശ്ശിക തുകയാണ് റീൽസിനും പടുകൂറ്റൻ പരസ്യ ബോർഡിനും സർക്കാർ ചെലവാക്കുന്നതെന്ന് അവർ കുറ്റപ്പെടുത്തി. എന്തിന് ഒരു ഇൻഷുറൻസ് പോലും മര്യാദയ്ക്കില്ല. മെഡിസെപ്പ് കൊണ്ടുവന്ന് നമ്മുടെ ജില്ലയിലടക്കം കുറെ കണ്ണാശുപത്രികളുമായിട്ട് ലിങ്ക് ചെയ്ത് അതോടുകൂടി നാട്ടിൽ പുതിയ രോഗങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ചികിത്സിക്കാൻ മാർഗമില്ലാത്ത നിലയിലേക്ക് സർക്കാർ ജീവനക്കാരെ മാത്രമല്ല റിട്ടയർഡായ ഒരായുസ് മുഴുവൻ കേരള സർക്കാരിനെ സേവിച്ച് ജീവിത സായാഹ്നത്തിൽ നിയമപരമായി കിട്ടുന്ന ആനുകൂല്യങ്ങളിലൂടെ മുന്നോട്ട് പോകാമെന്ന് കഴിയുമ്പോൾ മരുന്നിന് പോലും മക്കളെ ആശ്രയിക്കുന്ന നിലയിലേക്ക് കേരളത്തിലെ റിട്ടയർഡ് അധ്യാപകരടക്കമുള്ള സർക്കാർ ജീവനക്കാരെ മാറ്റിയ ജനാധിപത്യ വിരുദ്ധമായ ഒരു സർക്കാർ. ഇനിയിപ്പം സർക്കാർ ജീവനക്കാരെയും തൊഴിലാളികളെയും സംരക്ഷിച്ചില്ലെങ്കിൽ ചെറുപ്പക്കാരെ സംരക്ഷിക്കുമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെയൊക്കെ വീട്ടിലെ കുഞ്ഞുങ്ങൾ 5ാം ക്ലാസ് ആകുമ്പോഴേ നെറ്റ് സെർച്ച് ചെയ്ത +2 കഴിഞ്ഞിട്ട് ഏത് രാജ്യത്തേക്ക് പോകാമെന്ന്. കുഞ്ഞുങ്ങളൊന്നും ഇവിടെ നിൽക്കത്തില്ല. കാരണം ഇവിടെ പഠിച്ചാൽ ജോലി കിട്ടില്ല, പഠിച്ചാലോ മാർക്ക് കിട്ടുമോ അതുമില്ല. നന്നായി പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഡോക്ടറേറ്റ് കിട്ടാൻ വലിയ പാടാ. പക്ഷെ ഈ കൊല്ലം നഗരം അടക്കം കേരളത്തിലെ നഗരങ്ങളുടെ തേരാപ്പാര നടക്കുന്ന സഖാക്കൾക്ക് മുഴുവൻ ഡോക്ടറേറ്റാ. കൊല്ലം നിയോജകമണ്ഡലം പ്രസിഡന്റ് ബി പ്രേംചന്ദ് അധ്യക്ഷത വഹിച്ചു. KC വരദരാജൻ പിള്ള, M സുജയ്, കോട്ടത്തല മോഹനൻ, TV ഗോപി, വാര്യത്ത് മോഹൻകുമാർ, K രാജേന്ദ്രൻ, G ബാലചന്ദ്രൻ പിള്ള, B സതീശൻ, G യശോധരൻ പിള്ള, M അബ്ദുൽ ഖാദർ, CP അമ്മിണിക്കുട്ടിയമ്മ, S ഉല്ലാസ്, ശ്രീഹരി, P ടൈറ്റസ്, ബാബുരാജൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. 3 വയസ്സുകാരൻ ചികിത്സാ സഹായം തേടുന്നു. അടൂർ കടമ്പനാട് തെക്ക് നിളയിൽ വിശാഖിന്റെ മകൻ 3 വയസ്സുള്ള വിവാനാണ് കരൾ മാറ്റിവെക്കൽ ചികിത്സയ്ക്കായി സഹായം തേടുന്നത്. ഏകദേശം 40 ലക്ഷം രൂപയെങ്കിലും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും മറ്റുമായി ചിലവുണ്ട്. ചികിത്സാ സഹായത്തിനായി കടമ്പനാട് ഫെഡറൽ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. വിദ്യാ നായർ എന്ന പേരിലാണ് അക്കൗണ്ട് തുറന്നിട്ടുള്ളത്.
KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പാണയം സ്വദേശി അതുൽ രാജാണ് മരിച്ചത്. അഞ്ചൽ ആലഞ്ചേരി ജംഗ്ഷനിലായിരുന്നു അപകടം. അഞ്ചൽ ആലഞ്ചേരി ജംഗ്ഷനിലാണ് KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച സ്കൂട്ടർ യാത്രികൻ മരിച്ചത്. പാണയം സ്വദേശി 20-കാരനായ അതുൽ രാജാണ് മരിച്ചത്. കൊല്ലം കുളത്തൂപ്പുഴ റൂട്ടിൽ സർവീസ് നടത്തുന്ന വേണാട് ബസ്സാണ് സ്കൂട്ടറിൽ തട്ടിയത്. ബസിന്റെ പിൻചക്രം യുവാവിന്റെ ശരീരത്തിലൂടെ കയറിയിറങ്ങിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. ഏരൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൊല്ലം നഗരത്തിലെ പ്രധാന പാതകളിലൊന്നായ ചാമക്കട ബീച്ച് റോഡിൽ ഹനുമാൻ കോവിലിന് സമീപം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂടുന്നു. വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങൾ വാഹനങ്ങളിൽ എത്തിച്ച് റോഡരികിലും ഒഴിഞ്ഞ പുരയിടങ്ങളിലും തള്ളുന്നത് ഇവിടെ പതിവാണ്. പ്ലാസ്റ്റിക്, തുണികൾ, മദ്യക്കുപ്പികൾ, പാമ്പേഴ്സ് തുടങ്ങിയവയാണ് ചെറുതും വലുതുമായ പ്ലാസ്റ്റിക് കവറുകളിൽ കെട്ടി ഇവിടെ വലിച്ചെറിഞ്ഞിട്ടുള്ളത്. റോഡരികിൽ അശാസ്ത്രീയമായി തള്ളുന്ന മാലിന്യങ്ങൾ പലപ്പോഴും തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഇവ കൂട്ടിയിട്ട് കത്തിക്കുന്നത് പ്രദേശവാസികൾക്ക് വീടുകളിൽ താമസിക്കാൻ കഴിയാത്ത സ്ഥിതി സൃഷ്ടിക്കുന്നു. നീറിപ്പുകഞ്ഞു കത്തുന്ന പ്ലാസ്റ്റിക്കിൽ നിന്നും വൻതോതിൽ വിഷപ്പുക അന്തരീക്ഷത്തിൽ പടരുന്നു. ഇത് ശ്വസിക്കുന്നത് മൂലം ചുമ, ശ്വാസതടസ്സം, കണ്ണെരിച്ചൽ തുടങ്ങിയ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നതായി നാട്ടുകാർ പറയുന്നു. വ്യാപാരികളും വിദ്യാർത്ഥികളും ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകളാണ് ദിവസേന ദുർഗന്ധം കലർന്ന പുക ശ്വസിക്കാൻ നിർബന്ധിതരാകുന്നത്. കൊല്ലം ഹനുമാൻ കോവിൽ സ്വാമി ക്ഷേത്രത്തിന്റെ മുൻവശത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്താണ് ഈ കാണുന്ന മാലിന്യ കൂമ്പാരം. ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വരികയും ചായ കുടിക്കുവാനും മറ്റാവശ്യത്തിനുമായി സഞ്ചരിക്കുന്ന ഈ സ്ഥലത്ത് വലിയ രീതിയിലാണ് മാലിന്യ കൂമ്പാരം വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തൊട്ട് മുകളിലായിട്ട് അവിടെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇട്ട് കത്തിക്കുകയും സ്ഥലത്ത് വരുന്ന ആളുകൾക്കും ഇതിലേക്കൂടെ പോകുന്ന ആളുകൾക്കൊക്കെ തന്നെ ദുർഗന്ധം വമിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ട അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിനെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കുവാനോ ഈ സ്ഥലം വൃത്തിയാക്കുവാനോ നാളിതുവരെയായിട്ട് കൊല്ലം കോർപ്പറേഷൻ അധികാരികൾ വന്നിട്ടില്ല എന്നുള്ളതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് കോർപ്പറേഷന് പരാതി കൊടുക്കുവാൻ വേണ്ടി നിൽക്കുന്നത്. ആയതിനാൽ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ മാലിന്യ കൂമ്പാരം ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ഇവിടെ നിന്നും കൊല്ലത്തിന്റെ നഗരത്തിലേക്ക് കടക്കുവാൻ ഏകദേശം 100 മീറ്റർ പോലും ആവശ്യമില്ല. തൊട്ടടുത്താണ്, കൊല്ലം നഗരത്തിന്റെ തൊട്ടടുത്താണ് ഈ പ്രദേശം. മാലിന്യങ്ങൾക്കിടയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കൊതുകുകൾ പെരുകാനും കാരണമാകുന്നു. ഇത് പകർച്ചവ്യാധി ഭീഷണി ഉയർത്തുന്നുണ്ട്. അടിയന്തരമായി ഇവിടെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയില്ലെങ്കിൽ സ്ഥിതി ഗുരുതരമാകുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്ലാസ്റ്റിക് നിരോധനം ശക്തമാക്കാൻ സർക്കാർ നിയമങ്ങൾ കൊണ്ടുവന്നെങ്കിലും നഗരത്തിലെ ജനവാസ കേന്ദ്രങ്ങളിലും നീർച്ചാലുകളിലും പ്ലാസ്റ്റിക് അവശിഷ്ടങ്ങൾ കുമിഞ്ഞുകൂടുകയാണ്. ഈ വിഷയത്തിൽ നഗരസഭയും ആരോഗ്യ വിഭാഗവും അടിയന്തരമായി ഇടപെടണമെന്നും അശാസ്ത്രീയമായ മാലിന്യ നിക്ഷേപത്തിനും കത്തിക്കലിനുമെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. ഏപ്രിൽ 9-നാണ് വോട്ടെടുപ്പ്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. ഒറ്റഘട്ടമായാണ് കേരളത്തിൽ വോട്ടെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 23-ന്. കരുനാഗപ്പള്ളിയിൽ ഗുണ്ടാ നേതാവ് അലുവ അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ സംഭവം കേസിലെ മുഴുവൻ പ്രതികളെയും പിടികൂടി. കൊലപാതകം നടന്ന് 12 മണിക്കൂറിനുള്ളിലാണ് 10 പ്രതികളെയും പിടികൂടിയത്. കേരളപുരത്ത് പട്ടാപ്പകൽ വൻ കവർച്ച. വീട്ടിൽ നിന്നും 12 പവൻ കവർന്നു. വീട്ടിലെ മീറ്റർ നന്നാക്കാനെന്ന വ്യാജേനയാണ് മോഷ്ടാവ് വീട്ടിലെത്തിയത്. KSRTC ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം. സ്കൂട്ടർ യാത്രികൻ മരിച്ചു. പാണയം സ്വദേശി അതുൽ രാജാണ് മരിച്ചത്. അഞ്ചൽ ആലഞ്ചേരി ജംഗ്ഷനിലായിരുന്നു അപകടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.